അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം ആഗതമാവുന്നു. മുസ്ലിങ്ങളുടെ പുതുവർഷം ആരംഭിക്കുന്നത് മുഹറം 1-നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും അടങ്ങിയതാണ് മുഹറം മാസം. സൽക്കർമ്മങ്ങളോടുകൂടി പുതുവർഷത്തെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ അതിൽ ഐശ്വര്യം ഉണ്ടായിരിക്കുകയില്ല. മുഹറം മാസം ആദ്യ ദിവസം ബിസ്മി ഒറ്റയിട്ട അക്ഷരങ്ങളായി 113 തവണ എഴുതി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ബിസ്മി എഴുതി വെച്ചാലുള്ള ഗുണങ്ങൾ ആ എഴുതിയ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഭാര്യ, സന്താനം, മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല. ആപത്തുകൾ, മുസീബത്തുകൾ എല്ലാം അവരെ തൊട്ട് തടയപ്പെടും. ബിസ്മി അധികമായി ചൊല്ലുന്നവന് സമ്പത്തിൽ വർധനവ് ഉണ്ടായിരിക്കും, വരുമാനത്തിലും ബർക്കത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ബിസ്മി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഒരുപാട് ഗുണഫലങ്ങൾ അടങ്ങിയ ഒന്നാണിത്. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് എഴുതുക. വീടാവാൻ, കല്യാണം ശരിയാവാൻ, കുട്ടികളുണ്ടാവാൻ, ഗൾഫിലേക്കുള്ള വിസ റെഡിയാവാൻ, അങ്ങനെ തുടങ്ങി ധാരാളം ആഗ്രഹങ്ങളും വിഷമങ്ങളും നമുക്കുണ്ടാവാം. ഇതെല്ലാം ഹാസിലാക്കി തരാനും വിഷമങ്ങൾ നീങ്ങിപ്പോവാനും നിയ്യത്ത് ചെയ്തു തുടങ്ങുക. ബിസ്മി എഴുതുന്നതിനായി നീളം കൂടിയ വരയില്ലാത്ത വെള്ളക്കടലാസ് എടുക്കുക. രണ്ടാമത്തെ വുളൂ ചെയ്യുക. 3 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിയ്യത്തോടെ ഇരിക്കുക. കിബിലക്ക് മുന്നിട്ടിരിക്കുക. എഴുതുന്നതിനിടയ്ക്ക് മറ്റ് സംസാരങ്ങൾ ഒഴിവാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒറ്റ അക്ഷരങ്ങളിൽ കൂട്ടിമുട്ടാതെ എഴുതുക. 19 അക്ഷരങ്ങളാണ് ഉള്ളത്. എഴുതി കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത് നല്ല രീതിയിൽ മടക്കി വീട്ടിനുള്ളിൽ അലമാരയിലോ മറ്റോ സൂക്ഷിക്കുക. ഇതിനുള്ള ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. നമ്മുടെ അൽനൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ